നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സങ്കരയിനം പച്ചക്കറി കൃഷിക്ക് പദ്ധതി. കാർഷികോൽപ്പന്നങ്ങൾക്ക് കയറ്റുമതിയിൽ തീരുവ ഇളവ്. വിശദമായ വാർത്തകളിലേക്ക്. വിളപ്പൊലിമയുള്ള സങ്കരയിനം വിത്തുകളുടെ ലഭ്യതക്കുറവും ഉയർന്ന വിലയുമാണ് സങ്കരയിനം പച്ചക്കറികളുടെയും മറ്റും കൃഷിയിൽ നിന്നും കർഷകരെ പിന്നാക്കം നിർത്തുന്നത്. ആയതിനാൽ സങ്കരയിനം പച്ചക്കറികളുടെ ഉൽപാദനവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമാക്കി 25 ലക്ഷം രൂപയുടെ വികസന പദ്ധതിക്ക് കൃഷിവകുപ്പ് രൂപം നൽകി. പയർ, വെണ്ട, തക്കാളി, വഴുതന, മുളക്, മത്തൻ, പാവയ്ക്ക, സാലഡ് വെള്ളരി, കുമ്പളം, ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, ക്യാബേജ്, കോളിഫ്ലവർ എന്നീ സങ്കര വിത്തുകളാണ് പദ്ധതിയിലൂടെ കർഷകർക്ക് ലഭ്യമാക്കുക. പന്തലിൽ വളർത്തേണ്ട പച്ചക്കറികൾക്ക് 12,500 രൂപയും പന്തലില്ലാതെ വളർത്തുന്ന പച്ചക്കറികൾക്ക് 10,000 രൂപയും ധനസഹായം നൽകും. സങ്കരയിനം പച്ചക്കറി കൃഷി 10 സെന്റ് വീതം വിസ്തൃതിയുള്ള 225 പ്ലോട്ടുകളിൽ സംസ്ഥാനത്തുടനീളം നടപ്പാക്കും. വാഴകൃഷിക്ക് അനുയോജ്യമായ സൂക്ഷ്മ മൂലക മിശ്രിതമാണ് അയർ. പടന്നക്കാട് കാർഷിക കോളേജിലെ ഇൻസ്ട്രക്ഷണൽ ഫാമാണ് അയർ വിപണിയിലിറക്കുന്നത്. വാഴയിൽ സൂക്ഷ്മ മൂലകങ്ങളുടെ കുറവ് പരിഹരിക്കാനും വിളവ് വർദ്ധിപ്പിക്കാനും അയർ സഹായിക്കുന്നു. കഴിഞ്ഞ വർഷം വിപണിയിലിറങ്ങിയ അയർ വാഴകൃഷിയിൽ ഉപയോഗിച്ച് കർഷകർ നല്ല വിളവ് നേടിയിരുന്നു. ഒരു വാഴയ്ക്ക് 200 ഗ്രാം എന്ന തോതിൽ മറ്റ് ജൈവവളങ്ങൾക്കൊപ്പം അയർ മണ്ണിൽ ചേർക്കാം. 1 കിലോ അയറിന് 50 രൂപയാണ് വില. തിരുവനന്തപുരം വെള്ളായണി കാർഷിക കോളേജിലെ ഇൻസ്ട്രക്ഷണൽ ഫാമിലും പടന്നക്കാട് കാർഷിക കോളേജ് ഇൻസ്ട്രക്ഷണൽ ഫാമിലും അയർ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. 9847375249. ഇന്ത്യയിൽ നിന്നുള്ള കാർഷികോൽപ്പന്നങ്ങൾക്ക് കയറ്റുമതിയിൽ തീരുവ ഇളവ്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കാണ് ഇളവ് ലഭിക്കുന്നത്. വിദേശ വ്യാപാര ഡയറക്ടറേറ്റിന്റെ ഉത്തരവനുസരിച്ച് റബ്ബർ, ക്ഷീരോൽപ്പന്നങ്ങൾ, ഭക്ഷ്യ സംസ്കരണ ഉൽപ്പന്നങ്ങൾ, തുകൽ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് കയറ്റുമതി ആനുകൂല്യം ലഭിക്കും. കോട്ടയം ജില്ലയിലെ കോഴ ജില്ലാ കൃഷിത്തോട്ടത്തിൽ പ്രോട്ടയിൽ തയ്യാറാക്കിയ ക്യാബേജ്, കോളിഫ്ലവർ എന്നീ ശീതകാല പച്ചക്കറി തൈകൾ വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. തൈകൾ ആവശ്യമുള്ളവർക്ക് രാവിലെ 9 മണി മുതൽ 12 മണി വരെയും ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയും തൈകൾ ലഭിക്കുമെന്ന് ഫാം സൂപ്രണ്ട് അറിയിച്ചു. അലങ്കാരത്തിനും മാംസത്തിനും വളർത്താവുന്ന താറാവിനമാണ് വിഗോവ. 45 ദിവസമാകുമ്പോൾ 2-2.5 കിലോഗ്രാം തൂക്കം വരുന്ന ഇവയ്ക്ക് പ്രതിരോധ ശേഷി കൂടുതലാണ്. നമ്മുടെ നാട്ടിൽ വളർത്താൻ പറ്റിയ ഇനമാണ് വിഗോവ. ഇവയ്ക്ക് കുടിക്കാൻ വെള്ളം കുറച്ചു മതി. ഒരു പരന്ന പാത്രത്തിൽ വെള്ളം വെച്ചുകൊടുത്താൽ വിഗോവകൾ തല നനയ്ക്കും. 3 ആഴ്ച വരെ താറാവിൻ കുഞ്ഞുങ്ങൾക്ക് സ്റ്റാർട്ടർ തീറ്റ നൽകാം. അതിനുശേഷം ഗ്രോവർ തീറ്റ കൊടുക്കാവുന്നതാണ്. കർണാടകയിലുള്ള ഹസർഗട്ടിലുള്ള സെൻട്രൽ പൗൾട്രി ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആൻഡ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിഗോവ താറാവിൻ കുഞ്ഞുങ്ങളെ ലഭിക്കും. കൂടാതെ മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നിരണം താറാവ് വളർത്തൽ കേന്ദ്രത്തിലും വിഗോവ താറാവുകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് നിരണം താറാവ് വളർത്തൽ കേന്ദ്രവുമായി ബന്ധപ്പെടാം. ഫോൺ നമ്പർ 046927111898. പശുക്കളിൽ പ്രസവാനന്തരമുള്ള അകിടുവീക്കം ഒഴിവാക്കാൻ വറ്റുകാല ചികിത്സ അനുവർത്തിക്കാം. അവസാനത്തെ കറവയിൽ മുഴുവൻ പാലും പിഴിഞ്ഞെടുത്ത് മുലക്കാമ്പിൽ ആന്റിബയോട്ടിക് മരുന്നുകൾ 3 ആഴ്ച ഇടവിട്ട് കയറ്റുന്നത് അകിടുവീക്കം നിയന്ത്രിക്കാൻ സഹായിക്കും. കറവ ഒരിക്കലും പെട്ടെന്ന് ഒഴിവാക്കരുത്. പാലുൽപാദനത്തിന് നൽകി വരുന്ന തീറ്റ 7ാമത്തെ മാസം മുതൽ ഒഴിവാക്കി കറവയുടെ ദൈർഘ്യം വർദ്ധിപ്പിച്ച് ക്രമമായി മാത്രമേ അകിടുവീക്കം ഒഴിവാക്കാവൂ. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊച്ചിയിൽ 10,000 രൂപ, കോഴിക്കോട് 10,900 രൂപ, തൃശൂർ ലഭ്യമല്ല, കൊച്ചി 6,780 രൂപ, കൊപ്ര കോഴിക്കോട് 7,200 രൂപ, തൃശൂർ ലഭ്യമല്ല, കുരുമുളക് 66,600 രൂപ, കുരുമുളക് ഗാബിൾഡ് 69,600 രൂപ, ചുക്ക് മീഡിയം 19,000 രൂപ, ബെസ്റ്റ് 20,500 രൂപ, മഞ്ഞൾ സേലം 7,700 രൂപ, ഈറോഡ് 8,000 രൂപ, അടയ്ക്ക 24,000 രൂപ മുതൽ 25,000 രൂപ വരെ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 10,800 രൂപ, RSS 4ാം ഗ്രേഡ് 11,100 രൂപ, കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 10,900 രൂപ, RSS 4ാം ഗ്രേഡ് 11,150 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ ക്വിന്റലിന് 10,000 രൂപ, കൊപ്ര 6,780 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,100 രൂപ, റോട്ടറി 2,400 രൂപ, കുരുമുളക് അൺഗാബിൾഡ് 66,600 രൂപ, കുരുമുളക് ഗാബിൾഡ് 69,600 രൂപ.
ചുക്ക് മീഡിയം 19,500 രൂപ, ബെസ്റ്റ് 20,500 രൂപ. അടയ്ക്ക പുതിയത് 24,000 രൂപ മുതൽ 25,000 രൂപ വരെ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 200 രൂപ മുതൽ 220 രൂപ വരെ. ജാതിക്ക തൊണ്ടില്ലാത്തത് 380 രൂപ മുതൽ 400 രൂപ വരെ. ജാതിപത്രി 500 രൂപ മുതൽ 850 രൂപ വരെ. ഗ്രാമ്പു 750 രൂപ വരെ. റബ്ബർ RSS 5ാം ഗ്രേഡ് 10,800 രൂപ, RSS 4ാം ഗ്രേഡ് 11,100 രൂപ. ഒട്ടുപാൽ 7,000 രൂപ, ലാറ്റക്സ് 8,000 രൂപ. കമ്പോൾ അവലോകനം. തുലാവർഷം ശക്തമായതോടെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്ന് റബ്ബർ ടാപ്പിംഗ് തടസ്സപ്പെട്ടു. ഉൽപ്പന്നത്തിന്റെ വിലത്തകർച്ച മൂലം കർഷകർ റബ്ബർ വെട്ടിനും കാര്യമായ ഉത്സാഹം കാണിച്ചില്ല. ലാറ്റക്സ് വരവ് കുറഞ്ഞിട്ടും കിലോ 80 രൂപയിൽ കൂടിയ വിലയ്ക്ക് ശേഖരിക്കാൻ വ്യവസായികൾ ആരും മുന്നോട്ട് വന്നില്ല. കേരളത്തിലെ കുരുമുളക് കർഷകരെയും സ്റ്റോക്കിസ്റ്റുകളെയും ആവേശം കൊള്ളിച്ച് ഉൽപ്പന്ന വില 500 രൂപ വർദ്ധിച്ച് 69,600 രൂപയിൽ വിപണനം നടന്നു. ഉത്സവകാല ഡിമാൻഡ് കുരുമുളകിന് നേട്ടമായി. അതേസമയം വിദേശ വ്യാപാര രംഗത്തെ തളർച്ച തുടരുന്നു. നാളികേര ഉൽപ്പന്നങ്ങളുടെ വിലയിൽ കാര്യമായ ഏറ്റക്കുറച്ചിൽ ദൃശ്യമായില്ല. കൊച്ചി, കോഴിക്കോട് വിപണികളിൽ എണ്ണയും കൊപ്രയും സ്റ്റഡി ക്ലോസിംഗ് കാഴ്ചവെച്ചു. തൃശൂർ വിപണി ഇന്ന് അവധിയായിരുന്നു. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 34.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.7. കോഴിക്കോട് 35.1, 25. കൊച്ചി 32, 23.4. ആലപ്പുഴ 35, 23.9. പുനലൂർ 33.6, 22.5. തിരുവനന്തപുരം 32, 23.6 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.